ജോബ് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട കുറച്ച് പ്ലാറ്റ്ഫോമുകളുണ്ട്. ആ പ്ലാറ്റ്ഫോമുകളെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. കാരണം വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. എങ്ങനെ വീഡിയോ ചെയ്യണം, എങ്ങനെ കോണ്ടാക്ട് ചെയ്യണം, എങ്ങനെ വർക്ക് കിട്ടും, ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കാണും. കാരണം വീഡിയോ ഫുൾ കാണാതിരുന്നാലോ മസ്റ്റായിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ വീഡിയോ ഫുൾ കണ്ടിട്ട് നിങ്ങൾ ജോയിൻ ചെയ്താൽ ഹെൽപ്പ് ചെയ്യും. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം മാത്രമേ ഏത് പ്ലാറ്റ്ഫോമിലാണേലും എന്ത് ചെയ്യാവുള്ളൂ, ജോയിൻ ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. പിന്നെ ഞാൻ പറയുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. നമുക്ക് എപ്പോഴാണോ ഫ്രീ ടൈം ഉള്ളത് ആ സമയത്ത് മാത്രം വർക്ക് ചെയ്താൽ മാത്രം മതി. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു വരുന്ന വെബ്സൈറ്റ് ആണെങ്കിൽ അതെല്ലാം ഫേക്ക് ആയിരിക്കും. ഞാൻ നമ്മുടെ ചാനലിൽ പറയുന്നതിനെല്ലാം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ഇല്ലാത്ത ജോബുകളായിരിക്കും. അപ്പം നിങ്ങളതെല്ലാം മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ക്യാഷ് ഏൺ ചെയ്യുക. അപ്പം നമുക്ക് താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം. ഓൺലൈനായിട്ട് ക്യാഷ് ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഹെപ്പി എന്ന അലക്കിട്ടില്ലാണ്ട് ഒരു വെബ്സൈറ്റാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക. വേവിങ് തോട്ട്സ് എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വരും. ആദ്യം കാണുന്ന ആ വേവിങ് തോട്ട്സ് എന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇൻ്റർഫേസ് ഇതാണ്. ഇവിടെ നമ്മൾ റൈറ്റ് എന്നുള്ളത് വേണം സെലക്ട് ചെയ്യാനായിട്ട്. നമ്മൾ റൈറ്റ് എഴുതുന്നവരല്ലേ, അപ്പം റൈറ്റർ എന്നുള്ളത് വേണം സെലക്ട് ചെയ്യാൻ. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം ഒരു ടെസ്റ്റ് ഉണ്ട്. അത് ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ സാധാ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഓരോ കൺട്രിയുടെ നമ്പേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓരോ കോഡുണ്ടല്ലോ, 91 അതുണ്ട്. അത് എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഇത് ഓപ്പൺ ആക്കി കഴിയുമ്പം നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ കൊടുത്ത് നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മുടെ 2 ടൈപ്പിലുള്ള ടെസ്റ്റാണുള്ളത്. ആ ടെസ്റ്റിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെസ്റ്റ് വരും. ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ ടൈപ്പൊന്നുമല്ല. അവർ നമുക്കൊരു സബ്ജക്റ്റ് വരും, അതിനെപ്പറ്റി നമ്മൾ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഫസ്റ്റിലത്തെ ടോട്ടലി 3 ലിങ്ക് ഉണ്ട്. അതിൽ ആദ്യത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടെസ്റ്റിലേക്ക് പോകും. രണ്ടാമത്തേലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ടെസ്റ്റിലേക്ക് പോകും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് രണ്ടാമത്തെ ലിങ്ക് ഉണ്ടല്ലോ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കിനും നമ്മൾ ടെസ്റ്റിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തേതെന്ന് പറയുന്നത് റീറൈറ്റ് ദിസ് ആർട്ടിക്കിൾ 20+ വേർഡ്സ്. കണ്ടോ, 20 വേർഡ്സിനകത്ത് നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്ന വേർഡിനെ നമ്മൾ റീറൈറ്റ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ, അവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, www.doc എന്ന് പറയുന്ന ഒരു ലിങ്ക്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഗൂഗിളിലെ ഒരു ബ്രൗസറിലേക്ക് പോകും. അവിടെ തരുന്ന ഇതൊരു ആർട്ടിക്കിൾ അവർ തരും. അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വായിച്ചതിന് ശേഷം എത്രയാണോ 30 20 ഒക്കെ മിനിറ്റ്സ് മതി, അതൊന്ന് വായിച്ച് നോക്കിയിട്ട് അത് നമ്മൾ 20 വേർഡ്സിൽ ആകത്തക്ക രീതിയിൽ ഷോർട്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് അവരൊരു ടെസ്റ്റിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ഫാസ്റ്റ് ഫുഡ് ചെയിൻ എന്നുള്ളത്. അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആർട്ടിക്കിൾ എഴുതണം. ആ ആർട്ടിക്കിൾ കോപ്പി ഒന്നും ചെയ്യരുത്, അല്ലാതെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ആർട്ടിക്കിൾ എഴുതി സബ്മിറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെയൊക്കെ ഓരോ കോപ്പി അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ന്യൂസും ഫുഡ് ചെയിനുമായിട്ടുള്ള ഒരു ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ ഇവിടെ ഈ 2 ലിങ്ക്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമെങ്കിൽ അവർ നമുക്കൊരു എക്സാമ്പിൾ പോലെ ഒരു ഇത് തന്നിട്ടുണ്ട്. എക്സാമ്പിൾ പോലെ 2 എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കാമെങ്കിൽ നമുക്കൊരു കോപ്പി എങ്ങനെയാണ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എക്സാമ്പിൾ കാണാം. പക്ഷെ നമുക്കത് റീറൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ കട്ടാക്കി കളയും. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്. ആ മെയിൽ IDയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വേണം, കണ്ടോ ഈ ഒരു മെയിൽ ID ഉണ്ടോ,
ആ മെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മെയിൽ എങ്ങനെയാണോ സെൻഡ് ചെയ്യുന്നത് അതുപോലെ വേണം സെൻഡ് ചെയ്യാൻ. അല്ലാതെ നമ്മൾ ഓൾറെഡി ചില ഇതിനകത്തുണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ തന്നെ വെബ്സൈറ്റിൽ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, അങ്ങനെയല്ല ഇത് വരുന്നത്. നമ്മൾ ആ ഇമെയിൽ ഐ ഡിയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മെയിൽ സെൻഡ് ചെയ്യുമല്ലോ, അവിടെ ഉണ്ടല്ലോ ടൈറ്റിൽ കൊടുക്കണം, മറ്റേ പിന്നെ ഉള്ള എക്സ്പ്ലനേഷനൊക്കെ സെൻഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ മെയിൽ തുറന്ന് അവർക്ക് ടൈറ്റിൽ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആർട്ടിക്കിൾ എഴുതി നമ്മൾ സെൻഡ് ചെയ്യണം. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ വെബ്സൈറ്റ് ത്രൂ അല്ല, നമ്മൾ നേരിട്ട് അവരുടെ മെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്യുക. അപ്പോൾ അവർ ടെസ്റ്റ് ടെസ്റ്റ് പാസ്സായാലും നമുക്ക് ജോബിനുള്ള ഈ കണ്ടൻറ്റൊക്കെ അയച്ചു തരുന്നതുമൊക്കെ അവർ മെയിൽ ത്രൂ ആയിരിക്കും. പിന്നെ നമ്മൾ ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോഴും പിന്നെ അവർ തരുന്ന വർക്ക് ചെയ്ത് കഴിയുമ്പോഴും ഒക്കെ നമുക്ക് പൈസ അവർ തരുന്നുണ്ട്. അപ്പം മാക്സിമം ട്രൈ ചെയ്യുക. ടെസ്റ്റ് ആണെന്നും കരുതി അറ്റൻഡ് ചെയ്യാതിരിക്കേണ്ട. ടെസ്റ്റിൽ പാസ്സായാലും അവർ നമുക്ക് ക്യാഷ് തരും. അപ്പം വർക്കിലും ക്യാഷ് കിട്ടും, ഇതിനും ക്യാഷ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ ബൈ, സീ യു.